ഹായ് ഫ്രണ്ട്സ്, ഒരു വളരെ സന്തോഷകരമായ ഒരു ഡീറ്റെയിൽസ് അറിയിക്കാനാണ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. RRBയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആദ്യം വന്നത്. 1/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ALPയുടെ നോട്ടിഫിക്കേഷനിൽ ചെറിയൊരു അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ ബോർഡ് ഇന്ന് ഒരു നിർദ്ദേശം എല്ലാ സോണൽ റെയിൽവേസിലേക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെറ്ററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റെയിൽവേ ബോർഡ് സർക്കുലറാണ്. റെയിൽവേ ബോർഡ് സർക്കുലർ പ്രകാരം നേരത്തെ 1/2024 പ്രകാരം 5696 വേക്കൻസി ആയിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ റെയിൽവേ ബോർഡ് പബ്ലിഷ് ചെയ്തിരുന്നത്, RRB പബ്ലിഷ് ചെയ്തിരുന്നത്. അതിപ്പോൾ നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് അതുപോലെ തന്നെ നിലവിലെ വാക്കൻസികൾ റിവൈസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ RRB അല്ലെങ്കിൽ പുതിയ ഒരു അമെൻമെൻറ്റ്, ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു വാക്കൻസി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആ വാക്കൻസി എൻഹാൻസ് ചെയ്തിട്ട് നിലവിൽ ഇപ്പോൾ 18,799. കഴിഞ്ഞ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏകദേശം അതിനോടടുത്തുള്ള ഒരു വാക്കൻസിയിൽ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 24,000-ഓളം വാക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ അത് 18,799, 18,800 എന്ന് പറയുന്ന ഒരു ഏകദേശം അടുത്ത ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒരു 3 ഇരട്ടി, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ 3 ഇരട്ടി വാക്കൻസി ഉണ്ട്. അത് നമുക്ക് വളരെ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വാക്കൻസി കൂടുന്നതനുസരിച്ച് നമ്മുടെ കോമ്പറ്റീഷൻ കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ച് സ്ലോ ആക്കുകയൊന്നും വേണ്ട. കാരണം റെയിൽവേ 2019 അവസാനം എക്സാം നടത്തിയത്. 2017 നോട്ടിഫിക്കേഷൻ, 2018 എക്സാം നടത്തി, 2019 അപ്പോയിൻമെൻറ്റ് നടത്തിയത്. 2018 നിന്നും 2024 2024 അടുത്ത എക്സാം നടക്കുന്നത്. ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വാക്കൻസി വരുത്തിയ പോലെ തന്നെ റെയിൽവേൻ്റെ ഏജ് ലിമിറ്റും ഒരിക്കൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് അപ്പിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറയും എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ആശ്വാസമാണ് വാക്കൻസി ഇൻക്രീസ് ചെയ്തത്. അത് ഏകദേശം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സോണുകളിലുള്ള സദേൺ റെയിൽവേയിൽ 726 വേക്കൻസി, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ 1576 വേക്കൻസി, അതേപോലെ തന്നെ സെൻട്രൽ റെയിൽവേയിൽ 1783 വേക്കൻസി. ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സോണുകളിലുള്ള നിലവിലുള്ള റിവൈസ് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിൻ്റെ എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ഒരു എക്സാം കലണ്ടർ RRB പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ മുതൽ, അല്ലെങ്കിൽ ജൂണിനും ഓഗസ്റ്റിനും ഇടയിലാണ് CBT 1ൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RRBയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോൾ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇതിൻ്റെ എക്സാമിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഡർ കഴിഞ്ഞ മെയ് 28 തീയതി ടെൻഡർ ക്ലോസിംഗ് ഡേറ്റ് ആയിരുന്നു. ടെൻഡർ ക്ലോസിംഗ് ചെയ്ത സമയത്ത് 3 കമ്പനികൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് 3 കമ്പനികളിൽ നിന്നും ഈ ടെൻഡർ റിവൈസ് ചെയ്തിട്ട് വിത്തിൻ ഡേയ്സ്, ഈ ഒരു ആഴ്ച തന്നെ ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും. ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്നതോടുകൂടെ ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് അവർക്ക് എക്സാം നടത്താനുള്ള സാധ്യത നമ്മൾ കാണണം. അതായത് ജൂലൈ പകുതിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ പകുതി അല്ലെങ്കിൽ ആഗസ്റ്റോട് കൂടെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ജൂൺ അവസാനം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ടെൻഡർ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടെൻഡർ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. ടെൻഡർ പ്രൊസീജിയേഴ്സ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കമ്പനി ഫിക്സ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പമുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ കാലയളവ് മതിയാവും. അതുകൊണ്ട് നമുക്ക് ജൂലൈ തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും മാക്സിമം പോവുകയാണെങ്കിൽ ജൂലൈ അവസാനം ഓഗസ്റ്റോട് കൂടെ എക്സാം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷൻസ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോവുക. എനിവേ, താങ്ക് യു.